കാർഷിക വാർത്തകൾ. ആഗോള അരിവിലയിൽ 5% ഇടിവ്. അരിയുടെ ഉൽപ്പാദനം മെച്ചപ്പെട്ടതും ലഭ്യത വർദ്ധിച്ചതുമാണ് വിലയിടിയാൻ കാരണം. ആഗോള വിപണിയിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ അരിയുടെ ആവശ്യകത കുറഞ്ഞതും ഉൽപ്പാദനം മെച്ചപ്പെട്ടതും മൂലം വില 5%-ലധികമാണ് കുറഞ്ഞത്. കുറഞ്ഞ വിലയുള്ള അരി വിയറ്റ്നാം, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കാണ് എത്തുന്നത്. ഉയർന്ന വിലയുള്ളവ യൂറോപ്പ്, US വിപണികളിലേക്കും. അതേസമയം ഇറക്കുമതിയെ നിരുത്സാഹപ്പെടുത്തുന്ന നടപടികളാണ് ശ്രീലങ്കയുടേത്. അരിവിലയ്ക്ക് പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് രാജ്യം. പുഴുക്കല്ലരി വിപണിയിലാണ് ഇന്ത്യക്ക് കൂടുതൽ ആധിപത്യമുള്ളത്. എന്നാൽ പാകിസ്ഥാൻ, തായ്ലാന്റ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. കാർഷിക മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ കണക്ക് പ്രകാരം ഖാരിഫ് അരി ഉൽപാദനം 119.34 ദശലക്ഷം ടണ്ണിന്റെ റെക്കോർഡ് നേട്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്ഷീരകർഷകർക്ക് വായ്പാ സഹായവുമായി കേരള ബാങ്ക്. മിൽമയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ക്ഷീരകർഷകർക്ക് കുറഞ്ഞ പലിശയിൽ 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ 3 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കും മിൽമയുടെ ക്ഷീരമിത്ര ക്രെഡിറ്റ് സ്കീം നടപ്പിലാക്കുന്നതിന് കേരള ബാങ്കുമായുള്ള പങ്കാളിത്തം. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഫ്രാഞ്ചൈസികൾക്ക് അവരുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ വിൽപ്പന വിറ്റുവരവ് അടിസ്ഥാനമാക്കി 1 ലക്ഷം രൂപ വരെ ക്യാഷ് ക്രെഡിറ്റ് സ്കീമും ലഭ്യമാണ്. മിൽമ ചെയർമാൻ KS മണി, കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ മിൽമ മാനേജിംഗ് ഡയറക്ടർ ആസിഫ് K യൂസഫും കേരള ബാങ്ക് CEO ജോർട്ടി M ചാക്കോയും ചേർന്നാണ് ധാരണാപത്രം കൈമാറിയത്. ക്ഷീരമേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയും സംസ്ഥാനത്തിന്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും സഹകരണത്തിലൂടെ സാധ്യമാകുമെന്നാണ് മിൽമ ചെയർമാൻ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രകൃതിദത്ത റബ്ബറിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി വടക്ക് കിഴക്കൻ മേഖലയ്ക്ക് 100 കോടി രൂപ അനുവദിച്ചു. സാങ്കേതിക പരിശീലനത്തിലൂടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും കർഷകരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യൻ നാച്ചുറൽ റബ്ബർ ഓപ്പറേഷൻസ് ഫോർ അസിസ്റ്റഡ് ഡെവലപ്മെന്റിനാണ് 100 കോടി രൂപയുടെ സാമ്പത്തിക സഹായം അനുവദിച്ചിരിക്കുന്നത്. 4ാം നടീൽ വർഷം പൂർത്തിയാകുന്നതോടെ സാങ്കേതിക പരിശീലനത്തിലൂടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും കർഷകരെ ശാക്തീകരിക്കുന്നതിനാണ് ഈ സംരംഭം ഊന്നൽ നൽകുന്നത്. റബ്ബർ കർഷകരെ സാങ്കേതിക വൈദഗ്ധ്യത്തോടെ ശാക്തീകരിക്കുന്നതിനും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി മാതൃകാ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമാണ് ഇന്ത്യൻ നാച്ചുറൽ റബ്ബർ ഓപ്പറേഷൻസ് ഫോർ അസിസ്റ്റഡ് ഡെവലപ്മെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യ 4 വർഷങ്ങളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും പശ്ചിമ ബംഗാളിലെ ചില ഭാഗങ്ങളിലെയും 94 ജില്ലകളിലായി 1,25,272 ഹെക്ടർ സ്ഥലത്ത് പുതിയ പ്രകൃതിദത്ത റബ്ബർ തോട്ടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഗോതമ്പ്, അരി എന്നിവയുടെ വിളവ് 10% വരെ കുറഞ്ഞേക്കും. ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടാകുന്നത് ഭക്ഷ്യ വിലക്കയറ്റത്തിലേക്ക് നയിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥ വ്യതിയാനം മൂലം ഇന്ത്യയുടെ അരിയുടെയും ഗോതമ്പിന്റെയും ഉൽപ്പാദനം 6 മുതൽ 10% വരെ കുറയുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ഇത് വിലക്കയറ്റ ആശങ്ക ഉയർത്തുന്നതായാണ് വിപണി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 2023-24 വിളവർഷത്തിൽ ഇന്ത്യയുടെ ഗോതമ്പ് ഉൽപ്പാദനം 113.29 ദശലക്ഷം ടണ്ണിലെത്തി. ഇത് ആഗോള ഉൽപ്പാദനത്തിന്റെ ഏകദേശം 14%. അതേസമയം ഈ വർഷം നെല്ല് വിളവെടുപ്പ് 137 ദശലക്ഷം ടണ്ണിലെത്തി. ഇന്ത്യയുടെ ഭക്ഷ്യ ഇനങ്ങളിലെ പ്രധാന ഇനങ്ങളാണ് അരിയും ഗോതമ്പും. ഇവയുടെ 80%-ഓളം വിവിധ സർക്കാർ പദ്ധതികൾ വഴി സബ്സിഡി അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത്. സമുദ്ര താപനില ഉയരുന്നത് മത്സ്യബന്ധന മേഖലയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം സമീപഭാവിയിൽ ഹിമാലയത്തിലും സമതലങ്ങളിലും കടുത്ത ജലക്ഷാമത്തിന് കാരണമായേക്കാമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുരുമുളക് വിലയിൽ 200 രൂപയുടെ വർധന. വില ഉയർന്നതോടെ ചരക്ക് നീക്കം കുറഞ്ഞതായി വ്യവസായികൾ. ഏലം, റബ്ബർ വിപണികൾ സജീവമായതോടെ പ്രതീക്ഷയിലാണ് കർഷകർ. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിലേക്കുള്ള കുരുമുളക് നീക്കം ഗണ്യമായി കുറഞ്ഞു. വില ഉയരുമെന്നും അടുത്ത വിളവെടുപ്പിന് കാലതാമസം നേരിടുമെന്ന വിലയിരുത്തലുകളും നിരക്കുയർത്തി ചരക്ക് സംഭരിക്കാൻ വാങ്ങലുകാരെ പ്രേരിപ്പിച്ചു. കാർഷിക മേഖലകളിൽ നിന്നും ആകെ 14 ടൺ ചരക്ക് മാത്രമാണ് ഇന്ന് കൊച്ചിയിൽ വിൽപ്പനയ്ക്കെത്തിയത്. അൺഗാർബിൾഡ് കുരുമുളകിന് 200 രൂപ വർദ്ധിച്ച് 64,500 രൂപയായി. ഇതിനിടയിൽ വിയറ്റ്നാമിൽ കുരുമുളക് വിലയിൽ വൻ ചാഞ്ചാട്ടം. രൂക്ഷമായ ചരക്ക് ക്ഷാമമാണ് കാരണം. 6 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന വിലയാണിത്. സ്റ്റോക്കിസ്റ്റുകൾ മത്സരിച്ചാൽ വരും ദിനങ്ങളിൽ ചാഞ്ചാട്ട സാധ്യത ശക്തമാകാം. എന്നാൽ നിലവിൽ വിയറ്റ്നാമിൽ വിൽപ്പന സമ്മർദ്ദമില്ല. സ്റ്റോക്കിസ്റ്റുകൾ ഏലക്ക വിൽപ്പനയ്ക്ക് ഉത്സാഹിച്ചത് ലേലകേന്ദ്രത്തിലേക്ക് ഉയർന്ന അളവിൽ ചരക്കെത്താൻ ഇടയാക്കി.
81,578 കിലോഗ്രാം ഏലക്ക വിൽപ്പനയ്ക്ക് വന്നതിൽ 79,649 കിലോയും വിറ്റഴിഞ്ഞു. 2025 പിറന്ന ശേഷം ചരക്ക് വരവ് ഒറ്റ ദിവസം ഇത്രമാത്രം ഉയർന്നത് ആദ്യമായാണ്. കയറ്റുമതിക്കാർ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 4,511 രൂപയിലും ശരാശരി ഇനം ഏലം 3,114 രൂപയിലും ശേഖരിച്ചു. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ ഉണർവ് കണ്ട് കയറ്റുമതി രാജ്യങ്ങൾ ഷീറ്റ് വില ഉയർത്തി. ജപ്പാനിലെ വിലക്കയറ്റം സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളിലും റബ്ബറിനെ കരുത്തു പകർന്നതോടെ ബാങ്കോക്കിൽ ഷീറ്റ് വില 18,670 രൂപയിൽ നിന്നും 19,127 രൂപയായി ഉയർന്നു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റിന് 18,800 രൂപയായും ലാറ്റക്സ് 12,400 രൂപയായും ഉയർന്നു. വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ മാറ്റമില്ല. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും കൊപ്ര സ്റ്റഡിയായി വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 188, RSS 5 184, ലാറ്റക്സ് 132, ജാതിക്ക 380, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 235, കൊക്കോ പരിപ്പ് 750, കുരുമുളക് ഗാർബിൾ 66,500, കുരുമുളക് അൺഗാർബിൾ 64,500, ഏലക്ക 3000 മുതൽ 3100 വരെ, വെളിച്ചെണ്ണ 22,100, കൊപ്ര 17,400, ചുക്ക് 32,500.